പറഞ്ഞാൽ നല്ല ഭംഗിയാ, വിഷ്വൽ ബ്യൂട്ടി ഉണ്ടല്ലോ. പിന്നെ അതേപോലെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ കൂടുതലും ഗ്രാമത്തിലാണ്. ടൗണിലാവുമ്പോ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് അവിടെ അങ്ങനെ നെയ്ബേഴ്സ് ഒന്നുമില്ല. ടൗണിൽ ടൗണില് ഗ്രാമത്തില് പക്ഷേ ഓരോരുത്തരും സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോന്നാ. എന്നാലും എനിക്കിഷ്ടം ഗ്രാമമാണ്. കാരണം വെച്ചാൽ എനിക്ക് എങ്ങനെയാന്ന് പറയാം മനസ്സിലായ അതിന്റെ ഡിഫറൻസ് ജോറെ. കാരണം ഞാൻ പഠിച്ചു വളർന്ന കടലുണ്ടിയാണ്. വലിയ സിറ്റി എന്നല്ലെങ്കിലും ഈ മരങ്ങളൊന്നും അധികമല്ല. അപ്പൊ ഞാൻ അവിടുന്ന് പിന്നെ ഇവിടെ കൊടിയത്തൂരിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ വിചാരിക്കണ ഫ്രണ്ട്സൊക്കെ ഇവിടെ അല്ലേ, അപ്പൊ നമുക്ക് അവിടെ ആരുണ്ടാവും. പക്ഷെ അവിടുത്തെ ഭംഗി കണ്ടപ്പോ ഞാൻ ഇതന്നെ മതിയെന്ന് തീരുമാനിച്ചു. മീൻസ് എനിക്ക് ഭയങ്കര ഡിഫറൻസ്. ക്വയറ്റുമാണ്, സമാധാനം, തിരക്കാ. എഴുതി വാങ്ങുന്നു. എന്നാ ഞാനില്ലേ മുടി ഇട്ടാൻ വേണ്ടിട്ട് ബാർബർ ഷോപ്പ് പോയേ. ഒരു 3/4 മണിക്കൂർ ഇരുന്നുണ്ടാവും. ആൾക്കാരിങ്ങനെ വരിക. ഏത് കടയാ? മറ്റേ ചാമിങ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ ലോറൻസിൽ തന്നെ ഉള്ള. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ അത് ചൈനീസ് ആണ് അവര് വെട്ടണല്ല. ചൈനീസ് ആണോ? പക്ഷെ നല്ല ഉഷാറായിട്ട് വെട്ടില്ല. പഞ്ചാബികളാണ്. അവിടെ എത്ര ഡോളറാ? ഇവിടെ എത്ര കൊടുത്ത? ഇവിടെ കൊടുത്തില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഏതായാലും ഖത്തറിൽ നെക്സ്റ്റ് വീക്ക് പോവല്ലേ, അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ഖത്തറും ഇതും കൺവേർട്ട് ഇട്ടോ. $15 എത്ര അത് ഖത്തറിലെ $40. അപ്പൊ ഞാൻ ചോദിച്ചിരുന്ന പിന്നെ ഖത്തറിലെത്തിട്ട് കൂടി ഇട്ടിയാ പോരെ, മനസ്സിലായില്ലേ? 40 ഖത്തർ റിയാല്. പിന്നെ ഞാൻ $15 ഞാൻ അവിടുത്തെ 40 ഖത്തർ റിയാലിന് ഈക്വലാ. ഞാനിവിടെ പോയപ്പോ ഇവിടെ താടിയും മുടിയും എല്ലാം കൂടെ ചേർത്ത് പഞ്ചാബികളോട്ട് കിഡിലോട്ട് കേട്ടോ എന്ന് വെച്ചാ ബ്രോ അവിടെ പോയിട്ട് ഒരുത്തന്റെ പേരുണ്ട്, അവന്റെ പേര് ഞാൻ മറന്നു. അവനെയാണ് പറയുന്നുണ്ടെങ്കിൽ ആ 3 ദിവസത്തേക്ക് ബുക്ക്ഡ് ആയിരിക്കും. ഞാൻ കളിക്ക് പറയുന്നുണ്ട്, സീരിയസ്ലി 3 ദിവസത്തേക്ക് ബുക്ക്ഡ് ആയിരിക്കും. ഞാൻ അവിടെ മാത്രമേ പോകാറില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ കുറച്ച് തൊട്ടേ മുടി വെട്ടിയിട്ടുള്ളൂ. കാരണം അറിയാം ഞാൻ മുടി വളർത്തുന്നതായിരുന്നു. 5 കൊല്ലത്തിലെ 3 കൊല്ലം മുടി വളർത്തി ഇടയ്ക്ക് വെട്ടി. ഞാൻ മുടി വെട്ടിയിട്ടുള്ളത് ഒരു 5 വട്ടം അത്രേ ഉള്ളൂ. ഈ 5 വട്ടം ഞാൻ ആ കടയിലാണ് പോയത്. മുടിയുണ്ട് ഇത്ര ഞാൻ മുടി ഇങ്ങനെ കാശില്ലാത്തോണ്ട് ഞാൻ പോവാത്ത വേറെ കാര്യം. ആ ഒരു രീതിക്ക്. പക്ഷെ ഇനി പോണം ജോലിക്ക് കയറുമ്പോഴത്തേക്കും മുടി മാത്രമാണെങ്കിൽ $10-25 താടിയോടെ ആണെങ്കിൽ $15. ഞാൻ എപ്പോഴും പോകുമ്പോഴും അമ്മ നല്ല കമ്പനിയാണ്. അപ്പൊ $5 കൂടെ ടിപ്പ് കൊടുക്കും. അല്ല ടിപ്പ് കൊടുക്കും. അപ്പൊ $25 മുടിക്ക് മാത്രം. ഇവിടെ 15 ഉള്ളൂ. എനിക്ക് മനസ്സിലായി. പക്ഷെ ചൈനീസുകാരന്മാരില്ലേ, പക്ഷെ നല്ല വെട്ടും ആണ്. പക്ഷെ ഞാനിപ്പോ മുടി നോക്കി വളർത്തുന്ന ഇപ്പഴല്ല നേരത്തെ പക്ഷെ മുടി അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു ചെന്ന് കയറുമ്പോഴത്തേക്കും ഒരു കിഡിലോട്ട് വെട്ടിത്തരും. ഞാൻ ഇങ്ങനെ നാട്ടിൽ നിന്ന് പോലും നല്ലോണം വെട്ടിയിട്ടില്ല. അങ്ങനെ വെട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ വലിയ ആന ഓടിയ സാധനമൊന്നും അല്ല. അവിടെ കുറച്ച് പൈസ കൂടുതലാണ് കണക്കുണ്ട്. സംഭവം സെറ്റ് ആവും. അടിപൊളി വെട്ടാ. പഞ്ചാബീസ് എന്തുകൊണ്ടെന്ന് അറിയാം പഞ്ചാബീസിനോട് കൊടുക്കാൻ പറയുന്നത്. ഇവന്മാര് മറ്റേ മീശയൊക്കെ വെക്കുന്ന കേട്ടിട്ടുണ്ടോ? അവന്മാര് ഭയങ്കര ആ ഒരു സെൻസിറ്റീവ് ഉള്ള ആളുകളാണ്. പക്ഷെ നല്ലോണം വെട്ടിത്തരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയും ചൈനീസ് ഒരു ചൈനക്കാര് അതെവിടെ? ലാസ്റ്റ് അതായത് എന്റെ വീട്ടിൽ നിന്ന് പോകുമ്പോ വെള്ളം കയറി 2 ഷോപ്പ് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റോപ്പ് ഇല്ല. പിന്നെ ഷോപ്പില്ല. ആ സിഗ്നൽ 4 റൗണ്ട് അവിടെ വല്ല ഹൈദരാബാദ് ബിരിയാണി, മെക്കോവൻ ഹൈദരാബാദ് ബിരിയാണി, പിന്നെ പെട്രോൾ പമ്പൊക്കെ ഉള്ള അതിന്റെ ഉള്ളിലുണ്ട്. $10 മുടി വെട്ടല്. താടിക്കും 10. $20 പരിപാടി. ഞാൻ അവിടുന്ന് കോളാക്കും. എനിക്ക് കുളമൊന്നുമില്ല. മോഡല് കുറയുന്നേ ഉള്ളൂ.
ഞാൻ ഇവിടെ സ്കാർബോറിൽ എത്തിയ സമയത്ത് എനിക്ക് അറിയില്ലല്ലോ ഇവിടെ ഫസ്റ്റ് അപ്പർ സൈഡ് പോയപ്പോ അവിടെ ഒരു ഇറ്റാലിയൻ ഉണ്ടായിരുന്നേ, കുറച്ച് പ്രായയാളെ. എന്നിട്ട് ഞാൻ മുടി താടി പഠിച്ചേ, മീശ ചൈനീസാരെ പോലെ മീശാക്കി തന്നിട്ട് പിന്നെ താടി പഠിച്ച് അതന്നെ നീ പറഞ്ഞ മീശ തന്നെയാണ് ഇവനെ ഒരു ദിവസം ആക്കി ഞാൻ നോക്കുമ്പോ ഇവിടെ ഒന്നും മീശയില്ല. ഓ ഞാൻ ഇത് കാണാൻ. പിന്നെ വേറൊരു കോമഡി, താടി പഠിച്ചാൽ ഇവിടൊക്കെ സ്ക്രാച്ച്. ഞാൻ ചോദിച്ചു ഇതെന്താ ഇവിടൊക്കെ അപ്പൊ പറയും അത് പിന്നെ അങ്ങനല്ലേ ഇത്. ഞാൻ പറഞ്ഞു എന്നാ സഹോദരൻ എനിക്ക് വെട്ടിയാ പോരേന്ന് ഞാൻ ചോദിച്ചു. അല്ല ഏത് ബാർബർ ഷോപ്പാണ് സ്ക്രാച്ച് ഒക്കെ വരുത്തിട്ട്, അതായത് ചോര പൊടിയുന്ന രീതിയിലൊക്കെ ആരാ ചെയ്യാ? അത് ആക്ച്വലി സേഫ്റ്റി ഇഷ്യൂ ആയിട്ട് വരാനാണെങ്കിൽ അയാളോട് സൂചിയാ ആദ്യം പറയണ്ടേ, ബില്ലാകിട്ട് ചെയ്താ മതിയായിരുന്നു. ഇപ്പൊ ഞാൻ എന്താ ചെയ്യല്, ഞാൻ തന്നെ സ്വയം ഷേവ് ചെയ്യും, ക്ലീൻ ഷേവ് ചെയ്യും, എന്നിട്ട് പോകും. മറ്റേ സാധനമുണ്ട് ഇങ്ങനെ തുറന്നു സാധനം, ഞാനത് വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഈ ലൈൻ ഇങ്ങനെ ഒരു ലൈന് വരത്തില്ല, ഏതാ ട്രിമ്മറല്ലോ നമ്മള് മറ്റേ ആ ഒരു ഇങ്ങനെ ഫുള്ള് തുറന്നിട്ട് ഇങ്ങനെ ആക്കത്തില്ല, ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വരെ വെക്കത്തില്ല. സാധാ ബ്ലേഡോ അല്ലെങ്കിൽ ഇങ്ങനെ റേസർ ഇങ്ങനെ തുറന്നിട്ട് ചെയ്യുന്ന റേസർ. ഓക്കെ ഇതെങ്ങനെ ഷേപ്പ് ആക്കാൻ നോക്കിയാൽ ഒരിക്കലും റെഡി ആവില്ല. അപ്പൊ ഞാൻ പിന്നെ ഫുള്ള് ചെയ്യില്ല, എപ്പോഴും ഷേപ്പ് ആക്കാം. അയാളെ കുറച്ച് മുമ്പ് എനിക്ക് ഇവിടെ ആരെങ്കിലും ഒക്കെ ഒന്ന് സൂ ചെയ്യണോ? അല്ല എനിക്ക് അത്ര ടാക്സ് കട്ട് ചെയ്യണില്ലേ? എന്തോ ടാക്സാ. ഞാൻ പിന്നെ എനിക്ക് ഇവിടുത്തെ ടാക്സിന്റെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും മനസ്സിലാവണില്ല കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ പറയാ ചെയ്യല്, ഒരു ഷീറ്റില് എന്തൊക്കെയോ ഡിഡക്ഷൻ വരുന്നുണ്ട്, പിന്നെ എന്തൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഒരു ഷീറ്റിൽ ഇങ്ങനെ ടേബിളിലാക്കി വെച്ചാണ്. അപ്പോൾ എൻ്റെ ഒരു മാസം 26% കട്ട് ചെയ്തതാണ്. അപ്പൊ ഞാൻ പേരോളത്തെ ആ പയ്യനോട് പറഞ്ഞ് പിന്നെ ഞാനിങ്ങനെ ഒരു ഷീറ്റ് പ്രിപ്പയർ ചെയ്തതാണ്. കാരണം എനിക്കൊന്നും മനസ്സിലാവണില്ല ഏത് രീതിയിലുള്ള കട്ടിങ്ങാ വരുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവനോട് പറഞ്ഞാൽ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം ബേസ് രണ്ടും സെയിം ആണ്. ആ സമയത്ത് എന്തോന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ബേസ് സെയിം ആണ്. പക്ഷെ ഒന്നിൻ്റെ 23 ഒന്ന് 26 എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. പോയോ? അഫ്രനോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പുറത്ത് പോകാന്നുള്ള. പോകുന്നുണ്ട് അത്യാവശ്യം. ഹലോ ഹലോ ഞാൻ പിന്നെ വിളിക്കട്ടോ. നീ വീട്ടിലെത്തിയോ? ഓക്കെ, ലാപ്ടോപ്പ് ഓഫ് ആയിക്കോട്ടോ അവിടെ എത്തിയിട്ട്. ശരി, ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. അല്ലല്ല, റജ, ജവർ, അബ്ദു നിങ്ങളെങ്ങനെ പുറത്ത്, എനിക്ക് മാത്രം പുറത്ത് പോയാൽ മതിയോ? അബ്ദു അവള് എന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അപ്പൊ ഇവിടെ ഉണ്ട്, അവിടെ നല്ല സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ ആലോചിച്ചില്ല അബ്ദു ഉണ്ടായിരുന്നെങ്കിൽ. അവിടെ നല്ല രസമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. ഓ കാണാനുണ്ട്. റജിനോട് സംസാരിക്കണോ? നീ തിരക്കാണോ?